അപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ ട്രെയിലർ ഇറങ്ങി. സംഭവം കണ്ടു. അതെല്ലാവർക്കും അറിയാം, ഇതൊരു റിയൽ ബേസ്ഡ് സംഭവം എന്നുള്ളത്, സ്റ്റോറിയാണെന്നുള്ളത്. അതായത് ഒരു മഞ്ഞുമല്ലൊരു ഒരു കൂട്ടം ചെറുപ്പക്കാർ ടൂർ പോകുന്നതും അവിടെ പെട്ടുപോകുന്നതും ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ കഥയായിട്ട് വരുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ഇതേപോലെ കുറച്ച് ചെറുപ്പക്കാർ ടൂർ പോയിട്ട് ഇങ്ങനെ പെട്ടുപോയ ഒരു കഥ. എനിക്ക് തോന്നുന്നു 2007 എന്തോ തോന്നുന്നു ഇങ്ങനെ അപ്പം നടന്നാന്ന് തോന്നുന്നു, കൃത്യം അറിയില്ല. അപ്പോൾ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇവിടെയായിരുന്നു കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്തത്, നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിലറിൽ വടംവലി സീൻസൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കല്യാണത്തിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായി, കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി കോമഡി രൂപത്തിലുള്ള ഒരു സാധനമൊക്കെ ഇട്ടിട്ട് പിന്നീട് ഈ കഥ അങ്ങനെ ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു ട്രെയിലറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് മൊത്തത്തിൽ ഫസ്റ്റ് തന്നെ നമ്മളെ ഈ ഒരു സീനിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഒരു ഭൂരിഭാഗവും ഈ ഒരു സംഭവത്തിലാണ് ട്രെയിലർ മൊത്തം പോകുന്നത്. ഇടയിൽ കുറച്ച് സീൻസ് വരുന്നതേ ഉള്ളൂ. വേറൊരു മൂഡായിട്ട് തന്നെ തോന്നിയത്. വിഷ്വലും കാര്യങ്ങളൊക്കെ സൂപ്പർ അടിപൊളിയാണെന്നൊന്നും പറയാനില്ല. ഷൈജു ഇതാണ്. പിന്നെ സുഷിൻ ഷ്യാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മലയാള സിനിമയുടെ ഒരു റേഞ്ച് തന്നെ മാറ്റുന്നൊരു സാധനമായിരിക്കും മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ അത് തന്നെ തോന്നിയത്. എൻ്റെ വിഷ്വൽ തന്നെയാണ് എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. മൊത്തത്തിലുള്ള പരിപാടി നോക്കുമ്പോൾ അതായത് ഒരു സർവൈവൽ കാണുമ്പോൾ ഒരു ഭീകരതയും ആ ഒരു ത്രില്ലിംഗ് ഉള്ളൊരു സീറ്റഡ് സർവൈവൽ ത്രില്ലർ ആയി വരട്ടെ എന്നൊക്കെ ഇതിൻ്റെ ഡയറക്ടർ ചിദംബരം ആയി മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തുള്ളൊരു മൂഡ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ തിയേറ്ററിൽ ഇത് എങ്ങനെയാവും എന്നുള്ളൊരു കൗതുകമുണ്ട്. പിന്നെ ഇത് നടന്നൊരു ഇൻസിഡൻറ്റുമാണ്. അപ്പോൾ അത് നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇത് സ്ക്രീനിൽ എത്തിക്കുന്നതെന്നും അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ആക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ പിന്നെ നോക്കേ വേണ്ട, എല്ലാവരും അടിപൊളി ആൾക്കാരുണ്ട്. 11 പേരുണ്ട്, ഓരോരുത്തരും അടിപൊളിയാക്കി ചെയ്യും. പിന്നെ മ്യൂസിക്കും പിന്നെ പറയണ്ട. പിന്നെ ക്യാമറ ഒരു രക്ഷയില്ല, വിഷ്വൽ അടിപൊളി. ഷൈജുക്കാരത് പൊളിക്കുമെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ മൊത്തത്തിൽ എന്തായാലും സംഭവം പൊളിക്കാനുള്ളൊരു വകുപ്പുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സിനിമ തന്നെയാണ്. ട്രെയിലറിൽ റിലീസിങ് ഡേറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് 16-15 എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് ട്രെയിലറിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു റിലീസിങ് ഡേറ്റ്, പക്ഷേ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗൽ അടുത്ത ആഴ്ചൻ്റെ അടുത്ത വീക്കായിരിക്കും, 23, 22 ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിലീസ്. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. പടം തകർക്കട്ടെ.